നമ്മുടെ കഴിഞ്ഞ ദിവസം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2 അധ്യായം 1 വാക്യത്തിലെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇറങ്ങി വന്നു അവരുടെ എല്ലാ പതിരിനെയും കത്തിച്ച് കളയുകയും അല്ലെങ്കിൽ അതിനെ പുറത്താക്കുകയും എല്ലാ വെച്ചുകെട്ടുകളെയും ഇല്ലാതെയാക്കുകയും, എന്നാൽ അതേസമയം ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നി ജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ എല്ലാവരുടെ മേലും വന്നു. പെന്തക്കോസ്ത് എല്ലാവരെയും ഒന്നാക്കുന്ന അനുഭവമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞു നിർത്തിയതായ കാര്യം. നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. പുത്രന്മാർ മാത്രമല്ല, പുത്രിമാരും പ്രവചിക്കും. അല്ലാതെ ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുകയല്ല. എല്ലാവരും പ്രവചിക്കും. അല്ലാതെ പണ്ട് കാലത്ത് എല്ലാവർക്കും പ്രവചിക്കാൻ പറ്റത്തില്ലായിരുന്നു. ചിലവരുടെ മേൽ മാത്രം ആത്മാവ് വന്നിപ്പോൾ എല്ലാവരുടെ മേലും ആത്മാവ് വന്നിരിക്കുന്നു. എല്ലാവരും പ്രവചിക്കുന്നു. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നു. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ദാസന്മാരും ദാസിമാരും. അപ്പോൾ സമൂഹത്തിലെ യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത രീതിയിൽ പെന്തക്കോസ്ത് എല്ലാ തരത്തിലുള്ള വിഭജനങ്ങളെയും ഇല്ലാതെയാക്കുകയാണ്. യഹൂദനെന്നില്ല, യവനനെന്നില്ല, സ്ത്രീകളെന്നില്ല, പുരുഷന്മാരെന്നില്ല, ദാസന്മാരെന്നില്ല, ദാസിമാരെന്നില്ല, യജമാനെന്നില്ല, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ആളുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുക ഇവർ മദ്യപിച്ചവരാണെന്ന് പറഞ്ഞു. പത്രോസ് പറയുകയാണ്, ശരിയാണ് ഇവർ മദ്യപിച്ചവരാണ്, പക്ഷേ ഇപ്പോൾ ഇവർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വീഞ്ഞു കുടിച്ചവരല്ല. പ്രത്യേകത ഇവരുടെ ലഹരി എന്തിലാണ്? ആത്മാവിലാണ്. ആത്മാവിനാൽ ലഹരി പിടിച്ചവരാണ് ഇവർ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആ വ്യക്തികളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അവർ ആത്മാവിനെ പാനം ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവരുടെ വ്യത്യാസങ്ങളെന്നാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില ടേംസ് ഒന്ന് പെട്ടെന്ന് പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അത് നമ്മളെപ്പോഴും കേൾക്കുന്നതായ കാര്യങ്ങളും കൂടെയാണ്. ആത്മാവിനാൽ ജനിക്കുക, ഞാൻ ആ ഭാഗങ്ങളൊന്ന് മാത്രം പറയുകയാണ്. ആത്മാഭിഷേകം പ്രാപിക്കുക, പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ്, ആത്മാവിൽ ജീവിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ കെടുക്കുക, ആത്മാവിനെ ദുഃഖിപ്പിക്കുക, ആത്മാവിനോട് വ്യാജം കാണിക്കുക, ആത്മാവിൻ്റെ വരങ്ങൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മാവിനോട് മറുത്ത് നിൽക്കുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ ആദ്യത്തെ ചില ഭാഗങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ്, ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം, ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ലിവ് ഇൻ ദ സ്പിരിറ്റ്, വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്, ഇതെല്ലാം നമ്മൾ വേദപുസ്തകത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നതായ വാക്ക്. ക്വൻച്ച് നോട്ട് ദ സ്പിരിറ്റ് ആൻഡ് ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതായ വാക്കുകളാണ്. ഇതിൽ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് എന്ത്? ബോൺ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൽ ജനിക്കുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്ന ഭാഗങ്ങളുടെ വ്യത്യാസങ്ങൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ആത്മാവിൽ ജനിക്കുക എന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായത്തിൽ നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. അവിടെ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ലഭിച്ച ജനനത്തെ കൂടാതെ ഉയരത്തിൽ നിന്നുള്ള ഒരു ജനനത്തെക്കുറിച്ച് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് ദൈവരാജ്യത്തിൻ്റെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും ഇന്ന് നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ടും അത് ഇവിടെ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നൊരു കാര്യം മാത്രം പറയും, ബോൺ ഓഫ് ദ വാട്ടർ ആൻഡ് ബോൺ ഓഫ് ദ ഫ്ലഷ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച ആളുകൾ. ആദ്യത്തെ സ്വാഭാവികമായ ജനനമാണ്. വി ഓൾ ആർ ബോൺ ഓഫ് വാട്ടർ. എല്ലാവരും വെള്ളത്താൽ, അല്ലെങ്കിൽ ഇറ്റ്സ് ഈസ് അബൌട്ട് നാച്ചുറൽ ബർത്ത്. അപ്പോൾ ആളുകൾക്ക് എല്ലാവരും സംശയമുണ്ട്, ഇറ്റ്സ് ഈസ് അബൌട്ട് ബാപ്റ്റിസം എന്നാണ് നമ്മൾ പൊതുവെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ അതല്ല പറയുന്നത്. കാര്യം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. എന്തുകൊണ്ട് കാണത്തില്ല? കാര്യം ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ മുകളിൽ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞിട്ട് താഴെ എന്നാണ് പറയുന്നത്? ജഡത്താലും ആത്മാവിനാലും. അതുകൊണ്ടാണ് മുകളിൽ പറഞ്ഞ ഭാഗം ജഡപ്രകാരമുള്ള ജനനത്തെക്കുറിച്ചാണെന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കേട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ബോൺ ഓഫ് ദ വാട്ടർ ആൻഡ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്, വെള്ളത്താലും ആത്മാവിനാലും. സ്നാനമേൽക്കുന്നതിനെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. സ്നാനമേൽക്കണോ അത് വേറെ കാര്യം. എന്നാൽ അവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് സെയ്സ് അബൌട്ട് അവർ നാച്ചുറൽ ബർത്ത്. കാര്യം വി നോ ദാറ്റ് എവ്രി വൺ ഈസ് ബോൺ ഇൻ ഫ്ലൂയിഡ്. വെള്ളത്താൽ ജനിച്ച ജനനം എന്നുള്ള അവസ്ഥയിലാണ് അത് പറയുന്നത്. ആ ജനനം കൊണ്ട്
സ്വാഭാവിക ജനനം കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിൻ്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ലെന്ന് കർത്താവ് പറയുന്നത്. കാര്യം സ്വാഭാവികമായ നമ്മുടെ വിൽ പവർ ഒന്ന് ഉപയോഗിച്ച് നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. വാട്ട് ഈസ് നീഡഡ് ഈസ് എ ബർത്ത് ഫ്രം എബവ്. യു ഹാവ് ടു ബി ബോൺ എ ന്യൂ ഓർ യു ഹാവ് ടു ബി ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആത്മാഭിഷേകം. അഭിഷേകം പ്രാപിച്ചു നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആളുകളോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? ഈ അഭിഷേകം എന്ന വാക്ക് ഒരു ന്യൂ ടെസ്റ്റമെൻറ്റ് ടെർമിനോളജി ആയിട്ടല്ല നമ്മൾ സാധാരണ കാണുന്നത്. അഭിഷേകം എന്ന് പറയുന്നത് തെറ്റായ ഒരു വാക്കല്ല. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് അങ്ങനെ ഒരു വാക്കല്ല. വേദോസിൽ ഉപയോഗിക്കുന്ന പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള വാക്കാണ് പുതിയ നിയമത്തിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അഭിഷേകം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളാരും നരകത്തിൽ പോകത്തൊന്നുമില്ല. കാര്യം പരിശുദ്ധാത്മ അഭിഷേകം അല്ലെങ്കിൽ അഭിഷേകം എന്ന് പറയുന്നത് ഒരു ഓൾഡ് ടെസ്റ്റമെൻറ്റ് ടേമാണ്. അതിന് ന്യൂ ടെസ്റ്റമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പരാവർത്തനം മാത്രമാണ് എന്ത്? ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അനോയിന്റിങ്. വെൻ സംബഡി ഈസ് ആസ് വി സീ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് the spirit of the Lord came upon Samson, the spirit of the Lord came upon Gideon. അല്ലേ? പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേൽ വന്നു. ഇതേ വാക്ക് തന്നെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. when the spirit of the Lord has come upon you or the Holy Spirit has come upon you, നിങ്ങളുടെ മേൽ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. കാര്യം അഭിഷേകത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് as if it is the baptism is denoted here. അല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ ഒരു പുതിയ വാക്ക് നമുക്ക് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. കാര്യം ബാപ്റ്റിസം എന്നുള്ള വാക്ക് ഓൾഡ് ടെസ്റ്റമെന്റിൽ അത്ര കോമൺ അല്ലായിരുന്നു. കാര്യം അന്ന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അഭിഷേകം ഒഴിക്കുക എന്നുള്ളതാണ്. അന്ന് അനോയിന്റിങ് എല്ലാവർക്കും ഉണ്ട്. പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 28:41, പുറപ്പാട് പുസ്തകം 28-41 വാക്യം. പ്രോഫറ്റ്സിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 വാക്യം. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നുണ്ട്. 1 ശമൂവേൽ 15 വാക്യത്തിലും 16 വാക്യത്തിലും. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും വായിച്ചു നോക്കുക. ആൻഡ് ഈവൻ ദ മെസ്സയ ഈസ് മെസ്സയ, ക്രൈസ്റ്റ്, മിശിഹ എന്ന് പറയുന്നതിന് ദി അനോയിന്റഡ് വൺ, ദി സെന്റ് വൺ, ദി അനോയിന്റഡ് വൺ. അഭിഷിക്തനാണ് മെസ്സിഹ, അല്ലേ? കർത്താവ് തന്നെ പറയുന്നത് എന്താണ്? കർത്താവ് തന്നെക്കുറിച്ച് തന്നെ യെശയ്യാ പ്രവചനത്തിലെ ദാസൻ എന്നുള്ള ആ പദവിയാണ് തന്നെക്കുറിച്ച് തന്നെ കർത്താവ് ഉപയോഗിക്കുന്നത്. ലൂക്കോസ് 4 കർത്താവ് വന്ന് പറയുന്ന ഒന്നാമത്തെ നസറത്ത് മാനിഫെസ്റ്റോയിൽ പറയുന്നതാണ്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഐ ഹാവ് ദാറ്റ് അനോയിന്റിങ്. അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ Messiah is the anointed one, and we also are the anointed. We also are anointed. നമ്മളും ഇതുപോലെ തന്നെ anointed ആണ്, അഭിഷിക്തരാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷിക്തരാണ്. നമ്മളെ ദൈവം രാജകീയ പുരോഹിത വർഗമായി അഭിഷേകം ചെയ്തിരിക്കുകയാണ്, അല്ലേ? We are anointed as prophets, we are anointed as priests, we are anointed as kings. പ്രീസ്റ്റ് ആയിട്ട് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, അല്ലേ? വി ആർ ഓൾ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും നൽകുന്നു എന്നതുപോലെ പുതിയ നിയമത്തിൽ എല്ലാവരും പുരോഹിതന്മാരാണ്. പഴയ നിയമത്തിൽ ചിലർ മാത്രമായിരുന്നു പുരോഹിതന്മാർ, ചിലർ മാത്രമായിരുന്നു പ്രവാചകന്മാർ. പക്ഷേ പുതിയ നിയമത്തിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാവരും പ്രവാചകന്മാരും പുരോഹിതന്മാരും. മോശയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നത്? യഹോവയുടെ ജനങ്ങൾ എല്ലാവരും ഒരു ആത്മാവിനെ പകരുകയും എല്ലാവരും പ്രവചിക്കുകയും ചെയ്തിരുന്നുണ്ട്. അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ യോവേൽ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നത് എന്താണ്? ആ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, അല്ലേ? ദൈവം നമ്മളെ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരുമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. എന്താ പുരോഹിതൻ്റെ പ്രത്യേകത? പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യന് വേണ്ടി ചെന്ന് നിൽക്കുകയാണ്. മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. പ്രവാചകൻ ചെയ്യുന്ന നേരെ തിരിച്ചാണ്. പ്രവാചകൻ ഇതൊക്കെ വിശദമാക്കാൻ നമ്മൾ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഓർപ്പിക്കുന്നില്ല. പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യന് വേണ്ടി നിൽക്കുന്നു. പ്രവാചകൻ മനുഷ്യൻ്റെ സന്നിധിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. എന്താ ഡിഫറൻസ്? പുരോഹിതൻ ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യന് വേണ്ടി നിൽക്കുന്നു. പ്രവാചകൻ മനുഷ്യൻ്റെ അടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. രാജാക്കന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ ഭരണം നടത്തുന്നവരാണ് രാജാക്കന്മാർ. അല്ലെങ്കിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിർവഹിക്കുവാനുള്ള എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളാണ് ആര്? രാജാക്കന്മാർ. അപ്പോൾ നമ്മൾ പുരോഹിതന്മാരായും പ്രവാചകന്മാരായും രാജാക്കന്മാരും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകില്ല. അവനാലാണ് നമ്മൾ അഭിഷിക്തരായിരിക്കുന്നത്. ഉത്തമഗീതത്തിലെ ഒരു വാക്യം കൂടെ ഞാൻ ഉത്തമഗീതത്തിലെ ഇപ്പോൾ നമ്മൾ 1-2 വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പലപ്പോഴും വായിച്ചു. ഐ റിയലി ലവ് ടു സേ ദോസ് തിങ്സ്. ഉത്തമഗീതത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, നിന്റെ തൈലം സൗരഭ്യമായി, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ
സ്നേഹിക്കുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്കും. നിന്റെ തൈലം സൗരഭ്യമായത്. യുവർ അനോയിന്റിങ് ഓയിൽസ് ആർ ഫ്രാഗ്രന്റ്. യുവർ നെയിം ഈസ് ഓയിൽ പോർഡ് ഔട്ട്. യുവർ നെയിം ഈസ് പോർഡ് ഔട്ട്. ഓയിൽ പോർഡ് ഔട്ട്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ആകുന്നു. വി ആർ അനോയിന്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. വി ആർ അനോയിന്റഡ് ബൈ ജീസസ് ഹിംസെൽഫ്. നമ്മൾ കർത്താവിനാൽ അഭിഷിക്തരായി തീർന്നിരിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ സൗരഭ്യം പകരുകയാണ്. കർത്താവ് നമ്മുടെ മേൽ എന്താണ്? അനോയിന്റിങ് ഈസ് ഇൻഫാക്ട് pouring ഓയിൽ ഓൺ അവർ ഹെഡ്. നമ്മുടെ തലമേൽ എന്തോ ഒഴിക്കുകയാണ്? ഓയിൽ ഒഴിക്കുകയാണ്. പക്ഷേ പുരോഹിതന്മാരൊക്കെ ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒരു തൈലക്കൊമ്പിനകത്താണ് ഒഴിക്കുന്നത്. പക്ഷേ നമ്മളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന തൈലം, യുവർ അനോയിന്റിങ് ഓയിൽ ഈസ് ഫ്രാഗ്രന്റ് ആൻഡ് യുവർ നെയിം ഈസ് ഓയിൽ poured out എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ? There is no limitation, there is no lacking. It is poured out, and the oil is coming. It is poured on. In fact, anointing തലയിലോട്ടാണ്. നമ്മൾ 113 സങ്കീർത്തനത്തിൽ അഹരോന്റെ എന്നെ അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന തൈലമാണ്. അത് പക്ഷെ തലയിലല്ല, എങ്ങോട്ടൊക്കെയാണ്? തലയിൽ നിന്നൊഴുകി അതിൻ്റെ താടിയിലൂടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകളിലേക്ക് ഒഴുകി ചെല്ലുന്ന അഭിഷേകം നമ്മൾ കാണും. വാസ്തവത്തിൽ അനോയിന്റിങ് എന്ന് പറയുമ്പോൾ അതാണ്. അല്ലാതെ അനോയിന്റിങ് എന്ന് പറയുന്നത് പെരട്ടി വിടുന്ന അവസ്ഥയല്ല. എന്താണ്? ഇറ്റ് ഈസ് poured out. യുവർ നെയിം ഈസ് ആൻഡ് ഓയിൽ poured out. അത് നമ്മുടെ തലയിൽ ഒഴിച്ചിട്ട് what happens? ആ അഭിഷേകം അങ്ങോട്ട് താഴോട്ട് ഒഴുകി it comes to your eyes and mouth and the beard, even your hands and legs, and everything is anointed. Everything is anointed. പ്രിയമുള്ളവരെ, this is exactly what is happening when you are filled with the Holy Spirit. You are anointed by the Holy Spirit, or you are baptized by the Holy Spirit. നമ്മൾ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, ആത്മാവിനാൽ അഭിഷിക്തരാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, എന്താ? the spirit of the Lord came upon, ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ, and it covers you. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാണ്. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ച കാര്യം നിങ്ങൾ മറക്കരുത്. എന്താണ്? ആത്മനദിയിലേക്ക് അരയോളം, നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല. അത് കഴിഞ്ഞിട്ട് എന്താണ്? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ടർ ഈസ് കവേർഡ് എവറിവെയർ. You cannot see anything else. You are inside the water, and you are not standing on your own. What happens? That you are walking, or drowned ആണ്, അല്ലേ? അല്ലെങ്കിൽ എന്താണ്? ആ കറന്റ് ആണ് നിശ്ചയിക്കുന്നത് ഞാൻ എങ്ങോട്ട് പോകണമെന്നുള്ളത്, അല്ലേ? നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാതെ. It is water covered everywhere. അതാണ് അനോയിന്റിങ് എന്ന് പറയുന്നത്. അനോയിന്റിങ് ഈസ് നോട്ട് ജസ്റ്റ് pouring some oil upon your head. നമ്മുടെ ഒരു പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ഇൻഫാക്ട് ഇഫ് യു സേ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് ഒഴുകി വരണം. നിങ്ങളുടെ കണ്ണുകൾ അഭിഷിക്തമായിരിക്കണം, നാവ് അഭിഷിക്തമായിരിക്കണം. നാവ് എപ്പോഴൊക്കെയാ? അന്യഭാഷകളിൽ സംസാരിക്കാൻ മാത്രമല്ല. അകത്ത് വരുമ്പോൾ അന്യഭാഷയും പുറത്ത് വരുമ്പോൾ ചെല്ലുമ്പോൾ മറുഭാഷയും അല്ല. that is not anointing. If you are anointed, then you are not looking to the things that your flesh asks you to look. Rather, you are looking to the things according to the desire of your spirit. നിങ്ങളുടെ ആത്മാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ കണ്ണുകൾ പോകുന്നുള്ളൂ. നിങ്ങളുടെ നാവ് ചലിക്കുന്നത് ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ. You are totally controlled by the Holy Spirit. Your eyes, your tongue, and even your hands and legs, everything, every faculty, it is all controlled by the Holy Spirit. മുഴുവനും എന്താണ്? ആത്മാവിനാൽ അഭിഷിക്തമാണ്. അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുക എന്ന വാക്ക്, ആ വാക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ അത്ര പ്രോമിനൻ്റ് അല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നതിന് തത്തുല്യമായ ഒരു വാക്കാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ എന്ന് പറയുന്നത്, അഭിഷേകം എന്ന് പറയുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ അഭിഷേകം പ്രാപിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അത് എവിടം വരെ ഒഴുകി വന്നിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. എവിടം വരെ ഒഴുകി വന്നിട്ടുണ്ട്? തലയിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ഹോൾ ഫാക്കൽറ്റി എന്താണ്? പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയപ്പെടുന്ന ഒരു സ്റ്റേജാണ്. ആൻഡ് ഓൾസോ ആത്മസ്നാനം. പുതിയ നിയമത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തി 1-5 വാക്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവൻ കരേറിപ്പോകുന്നതിന് മുമ്പായിട്ട് പറയുകയാണ്, നിങ്ങൾ കാത്തിരിക്കണം. എന്നിട്ട് അവിടെ പറയുന്ന ഭാഗം, യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. 2-1 വാക്യം നമ്മൾ കാണുന്നതാണ്. ആൻഡ് ദാറ്റ് ബാപ്റ്റിസം ഈസ്, ഐ ടോൾഡ് യു, നമ്മൾ ഫാബ്രിക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നോർമലി. അത് എന്താണ്? ഡിപ്പിങ് ഇൻ എ ഡൈ. ഒരു കളറ്, ഒരു തുണി കളർ വെക്കുന്നത് പോലെയാണ്. അതായത് when you are baptized in the name of the Father, the Son and the Holy Spirit, then certainly you are getting the color of the triune God.